ചാനൽ തുടങ്ങുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അതിനെ ചുറ്റിപ്പറ്റിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ് സെറ്റപ്പ്. സ്ട്രീമിംഗ്, സ്ക്രോളിംഗ്, സെർച്ചിങ്, ഷോപ്പിംഗ്. ആ പ്ലാറ്റ്ഫോമിന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്തത്. ഇപ്പം ഒരു വലിയൊരു തമാശ പറഞ്ഞുതരാം. ഹലോ, ഞാൻ അജയ്, കോഴിക്കോട് സ്വദേശിയാണ്. NITയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. CDAC KCTS ബാംഗ്ലൂരിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കമ്പ്യൂട്ടിംഗ്. ഒരു 16 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ടായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് പല സ്ഥാപനങ്ങളിലും കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്തു. 2016 ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലിയെക്കുറിച്ച് കൃഷിയിലേക്കൊക്കെ ഇറങ്ങി. അപ്പം ഒരു 18-ലും 19-ലൊക്കെ നല്ല വെള്ളം കെട്ടി നിന്ന് അടിപൊളി നാശനഷ്ടമൊക്കെ ഉണ്ടായി. പിന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങി. നമ്മുടെ സമ്പുഷ്ടീകരിച്ച ചാണകം, അങ്ങനത്തെ ഗാർഡനിങ് ഇൻപുട്സ്, പോട്ടിംഗ് മിക്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പരിപാടി തുടങ്ങി. GST രജിസ്ട്രേഷനൊക്കെ എടുത്ത് സെറ്റപ്പാക്കി കമ്പനാക്കി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. 13 മാർച്ചിനെങ്ങാണ്ട് GST രജിസ്ട്രേഷൻ കിട്ടി. 23 ലോക്ക്ഡൗൺ തുടങ്ങി. അങ്ങനെ അതും ഹുദാകാവാം. ഇരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയപ്പം നമുക്ക് ഗാർഡനിങ് ഇൻപുട്സൊക്കെ ഇവിടുന്ന് അയക്കുന്ന അത്ര ഫീസിബിൾ ആയിരുന്നില്ല. ഇപ്പം ഞാൻ ആമസോണിലൊരു സെല്ലറായിരുന്നു. ആമസോൺ പ്രൈമിൽ ലിസ്റ്റ് ചെയ്തു. അതിനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. വെയർ ഹൗസിലേക്ക് സാധനം അയക്കുക, വേറെ സ്ഥലത്ത് GST രജിസ്ട്രേഷൻ എടുക്കുക, അങ്ങനത്തെ പല നൂലമാലകൾ പലത്, ലിസ്റ്റിങ്ങിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ. പിന്നെ നമ്മുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആരും ശ്രദ്ധിക്കപ്പെടില്ല. അപ്പം അതിനെ ഫ്രണ്ട് പേജിലെത്തിക്കണമെങ്കിൽ, ഫസ്റ്റ് പേജ് ഓഫ് ആമസോണിൽ എത്തിക്കണമെങ്കിൽ സ്പോൺസേർഡ് ആഡ്സ് ഓടിക്കുക. ഒന്നാം പേജിലല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേജ് സ്ക്രോൾ ചെയ്ത് നമ്മൾ ആമസോണിൽ പ്രോഡക്റ്റ് തരും. ആദ്യത്തെ പേജ്, രണ്ടാമത്തെ പേജ്, പരമാവധി മൂന്നാമത്തെ പേജ്. അതിൽ സാധനം കണ്ടില്ലെങ്കിൽ ആരെങ്കിലും തിരഞ്ഞ് മേടിക്കാറുണ്ടോ? നിങ്ങൾ മേടിക്കുക. നമ്മൾ ഗൂഗിളിൽ ആഡ് ചെയ്യുകയാണെങ്കിലും ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ്, ആമസോൺ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ ആഡ് ചെയ്യുകയാണെങ്കിലും അപ്പം അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നായിട്ട് കുറേ ട്രെയിനിങ് തരും. ഒരു രജിസ്റ്റേർഡ് സെല്ലറാണെങ്കിൽ നമുക്ക് കുറേ ട്രെയിനിങ് കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് ഞാനെന്താ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറേയൊക്കെ ആ പ്ലാറ്റ്ഫോമിന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്തത്. ഇപ്പം ഒരു വലിയൊരു തമാശ പറഞ്ഞുതരാം. പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു വെൽ നോൺ പ്ലാറ്റ്ഫോം, MNC പ്ലാറ്റ്ഫോം. അപ്പം അതിൽ ട്രെയിനിങ് കിട്ടിയപ്പം ഒന്നും വേണ്ട, പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, അപ്പോൾ ആ പ്രോഡക്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ടേംസ്. മീറ്റിങ്ങിൽ ഒരാൾ ചോദിച്ചു, നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യണ്ടേ? അപ്പം അതിന് വളരെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീവേഡ് റിസർച്ച് ചെയ്യേണ്ടെന്നോ. അപ്പം ഇന്ന് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 2025. SEO എന്നുള്ള കോൺസെപ്റ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റും ഇവോൾവിങ് ആണ്. നമ്മുടെ നോർമൽ ട്രഡീഷണൽ ഫണലുകളൊക്കെ മാറി. ആൾക്കാർ എങ്ങനെയാണ് നോക്കുന്നത്? ഇതാ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ ചെയ്യുന്നത്? താങ്കളെന്താ ചെയ്യുന്നത്? ഇത് സ്ട്രീം ചെയ്യാതെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? സ്ക്രോളിങ്ങിലൂടെ, സെർച്ചിലൂടെ കണ്ടുപിടിക്കുന്നു. 4ാമത് ഷോപ്പിംഗ്. അപ്പം ഈ കൺസ്യൂമർ ബിഹേവിയർ എഫക്റ്റ് ചെയ്യുന്ന 4 സാധനങ്ങളാണ്: സ്ട്രീമിംഗ്, സ്ക്രോളിംഗ്, സെർച്ചിങ്, ഷോപ്പിംഗ്. പോയിന്റിലേക്ക് വരാം. ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അതിനെ ചുറ്റിപ്പറ്റിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലേണർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ജോലി നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിലോ, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതൊരു പ്രൈമറി റീസണിലാണ് ഈ കമ്മ്യൂണിറ്റി തുടങ്ങുന്നതിൻ്റെ. ഇപ്പം എനിക്ക് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ പല പാളിച്ചകളും പലതും പൊട്ടയും ഒക്കെ സംഭവിച്ചു. ലേറ്റസ്റ്റ് സാധി പറഞ്ഞുതരാം. 2022 മുതൽക്ക് 2025 ഏപ്രിൽ വരെ
ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പാർട്ട്ണർഷിപ്പ്, കുറച്ച് പേര് ചേർന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അത് ചില കുത്തിത്തിരിപ്പുകൾ കാരണം പൊട്ടി, അത് തപ്പതായി. എനിക്ക് എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്നും എന്താ ഒരു ബിസിനസ് പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ യൂട്യൂബിൽ കൂടെ ആൾക്കാർ പറഞ്ഞു തരുന്നതല്ലാതെ നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ട്. എസ്പെഷ്യലി ബിസിനസ് ഓണേഴ്സിനോടാണ് പറയുന്നത്. ആ ഒരു സാധനം കൂടി ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ സംവിധാനം. അതാണ് ഈ കാലിക്കറ്റ് SEO എന്നുള്ള ചാനലിൻ്റെ ഉദ്ദേശം. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ അല്ല, സെർച്ച് എവ്രിവെയർ ഓപ്റ്റിമൈസേഷൻ. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. ഇതിപ്പം ഇന്നത്തെ ഇവോൾവിങ് സിറ്റുവേഷൻ, ഇന്നത്തെ അല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവോൾവ് ചെയ്ത് ഇതുവരെ എത്തിയതും ഇനി അങ്ങോട്ട് ഇവോൾവ് ആവാൻ പോകുന്നത്, അത് നമുക്ക് വിൽ ഡിസ്കവർ ഇറ്റ് ടുഗെദർ, വിൽ ലേൺ ടുഗെദർ. എന്നിട്ട് ലെറ്റ്സ് സക്സീഡ് വിത്ത് അതോറിറ്റീസ്. ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ് സെറ്റപ്പ്. മിക്കവാറും ഔട്ട്ഡോറാണ് ഷൂട്ടിംഗ്. കമ്മ്യൂണിറ്റീൻ്റെ മദർ ലോഡ് എന്താ പറയുന്ന, ഇതിൻ്റെ ബേസ് എൻ്റെ ഈ സറൗണ്ടിങ്സ് തന്നെയായിരിക്കും. വെതർ പെർമിറ്റിംഗ്. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഇൻ്റർ പോകേണ്ടി വരും, വേറെ കാര്യം. I'll see you guys. I'll be in touch. അപ്പം കഴിവതും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രീക്വൻസിയിൽ നമുക്ക് കാണാം. അതുമല്ല, ഐ എം ബിൽഡിംഗ് ദിസ് ഇൻ പബ്ലിക്, ഐ എം ബിൽഡിംഗ് ദിസ് വിത്ത് യു. ഏപ്രിൽ 2025 തുടങ്ങിയ ഒരു ചാനലിൽ എങ്ങനെ ട്രാക്ഷൻ കിട്ടും എന്നുള്ളത് ഞാൻ തന്നെ ഒരു യൂസ് കേസ് ആവാം. ഓക്കെ, സോ ദാറ്റ് യു നോ, വെറും പറച്ചിൽ മാത്രമല്ല, വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഓൾറൈറ്റ്, സീ വൈസ്, ബൈ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രീലാൻസേഴ്സ്, കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ്, കുറച്ചല്ല 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ബിസിനസ് ഓണേഴ്സിനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ തരം റിപ്പോർട്ട്സ് ചോദിക്കണം, അതിലും ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മളൊരു ഏജൻസീനെ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഏജൻസീനെ എങ്ങനെ ചൂസ് ചെയ്യണം, അത് നമുക്ക് കവർ ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്, ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലയൻറ്റിനെ സർവീസ് ചെയ്യുമ്പം അവർ എന്താണ് അവരുടെ എക്സ്പെക്റ്റേഷൻസ്, അത് കുറഞ്ഞ പക്ഷം എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിയണം. എക്സ്പെക്റ്റേഷൻസ് എക്സീഡ് ചെയ്യുന്നതാണ് നല്ലത്, പക്ഷെ ഏറ്റവും കുറഞ്ഞ പക്ഷം എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ മീറ്റ് ചെയ്യാന്നെങ്കിലും നമ്മൾ നോക്കണം. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കവർ ചെയ്യുന്നുണ്ടാവും. അവ സി